ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ ഒരുപാട് കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്ങനെ ഈ ബെസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഹായ്, ദിസ് മെന്റലിസ്റ്റ് ശ്രാവൺ സുധാകർ. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ഉള്ളൊരു ബേസിക് ആഗ്രഹമാണ് മറ്റുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യണം, മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണം, നമുക്ക് ചുറ്റുമുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ ബെസ്റ്റ് ആയിട്ട് ഇരിക്കണം, നമുക്കൊരു യുണീക്ക് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ഒരുപാട് പേരുടെ ബേസിക് ആയിട്ടുള്ളൊരു ആഗ്രഹമാണ്. പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ ഇന്ന് ഈ ടെക്നോളജി മറ്റു കാര്യങ്ങളും ബിൽഡപ്പായി വെറും ഒരു സോഷ്യൽ മീഡിയ ഒരു സ്ക്രീനിനകത്ത് മാത്രമായിട്ട് നമ്മുടെ സോഷ്യൽ സ്കിൽസും മറ്റു കാര്യങ്ങളും ഒതുങ്ങി കൂടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേര് ഇക്കാര്യത്തിൽ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് പറയാൻ കാരണം കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഞാൻ പലർക്കും എന്നെ മെന്റലിസ്റ്റ് ആയിട്ടാണ് അറിയുന്നതെങ്കിലും ഞാൻ ഒരു ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനർ കൂടിയാണ്. സോ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് പല സ്കൂളുകൾ, കോളേജുകൾ, ഈവൻ കോർപ്പറേറ്റ് സെറ്റപ്സ്, അങ്ങനെ കോർപ്പറേറ്റ് സിസ്റ്റംസിലടക്കം ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും എല്ലാ ആളുകളും, ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഒരു സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ, ഒരു സോഷ്യൽ റാപ്പോർട്ട് അങ്ങനെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പലരും ഭയങ്കര അധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് വെച്ചാൽ നമുക്ക് അത് പലപ്പോഴും നമ്മുടെ ഫാമിലി സിറ്റുവേഷൻസ് ആകാം, നമ്മുടെ പാരന്റിങ് അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സൊസൈറ്റി, നമ്മൾ കണ്ടു വളർന്ന ആളുകൾ, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് പേരുടെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ഒരു ഇന്നത്തെ ഈ ടെക്നോളജിക്കൽ വേൾഡിൽ പലരും നമ്മുടെ മോസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്കിംഗ്, എല്ലാ സ്ക്രീൻ ടൈമും ഒരു ഫോണിനകത്ത് ഒതുങ്ങി കൂടുമ്പോൾ ഈ സോഷ്യൽ മീഡിയകൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയത്ത് പലരും നമ്മുടെ ബേസിക് റൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ട് നമ്മുടെ ചൈൽഡ്ഹുഡ് ജനറേഷനിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ലൈഫിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ നോക്കുന്ന ഒരു കാര്യം അവരോടുള്ള ട്രസ്റ്റ് ആണ്. നിങ്ങൾ ഒരാളെ ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുള്ളൂ. സെയിം സിറ്റുവേഷൻ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഒരു സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്കുക. മറ്റൊരാൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാവാം. മെജോറിറ്റി ഓഫ് ദ റീസൺ, ഇപ്പോൾ നിങ്ങളോട് ആളുകൾ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് അവർ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് നിങ്ങളുമായിട്ട് പരിചയമുള്ള ആളുകളായിരിക്കും നിങ്ങളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. പക്ഷേ മീറ്റ് ചെയ്ത് 10-15 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 1 അവറിനുള്ളിൽ കണ്ടുമുട്ടിയ ഒരു വ്യക്തി നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അവരുടെ ലൈഫിനെ കുറിച്ച് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളൊരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒന്നുമല്ല അവരൊരു പ്രശ്നങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ. ഒരു ജനറൽ ഹ്യൂമൻ ബീങ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ട്രസ്റ്റ് അവരുടെ അടുത്ത് ബിൽഡ് ചെയ്തിരിക്കണം. സോ അത്തരം ട്രസ്റ്റ് ഈ ഇത്രയും കാലയളവിൽ നിങ്ങൾ ജീവിച്ച് ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് എത്ര ആളുടെ അടുത്ത് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? സോ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. സോ ഇതൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊരു അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ, ഒരു പേഴ്സണൽ ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. സോ ഒരു കാര്യം വിചാരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അവരെ നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, നിങ്ങൾക്ക് അവിടെ സെലക്ഷൻ ലഭിക്കണം. സോ അല്ലെങ്കിൽ നിങ്ങളൊരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് പ്രൊമോഷൻ, ഹൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്മാൻ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു പുതിയ ഒരു വ്യക്തിയുടെ അടുത്ത് ബിസിനസ് പിച്ച് ചെയ്യണം, ഒരു ഇൻവെസ്റ്ററുടെ അടുത്ത് ബിസിനസ് പിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു സെയിൽസ് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊരു മറ്റൊരു വ്യക്തിയായിട്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ലാതെ മറ്റൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കൺവേഴ്സ് ചെയ്യുന്ന ഏതൊരു പോയിന്റിലും നിങ്ങൾക്ക് ആവശ്യമായ ഒരുപാട് സോഷ്യൽ സ്കിൽസ് ഉണ്ട്. ഇത് പ്രോപ്പറായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കുറച്ചും കൂടി ബെസ്റ്റ് ആക്കാൻ കഴിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ബേസിക് നീഡാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും ഇഷ്ടപ്പെടണം, എല്ലാവരും റെസ്പെക്റ്റ് ആവണം, ഒരു യൂണിക് പേഴ്സണാലിറ്റി ഉണ്ടാവണം. അതിന് നമ്മൾ മാറേണ്ടത് നമ്മുടെ തന്നെ ബെസ്റ്റ് വേർഷനിലേക്കാണ്. ഈ ബെസ്റ്റ് വേർഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നമ്മൾ സൈക്ക് മെന്റലിസം അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മെന്റലിസം കോഴ്സിനെ വേണ്ടി എൻക്വയറി ചെയ്ത് വരുന്ന ഒരുപാട് പേരുടെ ആഗ്രഹം ഇതായിരുന്നു. അവർക്ക് മെന്റലിസം അല്ല പഠിക്കേണ്ടത്, അവർക്ക് ഈ ഒരു കാര്യം നേടിയെടുക്കണം. അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ അടുത്ത് അവർക്കൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കണം. അവരുടെ ജോലി സ്ഥലങ്ങളിൽ, സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ, പഠിക്കുന്ന സ്ഥലത്ത് അവർക്കൊരു മറ്റുള്ളവരുമായിട്ടൊരു സൗഹൃദം എത്രയും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യണം. ബിസിനസ് ഫീൽഡിലുള്ള ഒരുപാട് പേര് നമ്മൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. അവർക്ക് പലപ്പോഴും പ്രോപ്പറായിട്ടുള്ള സോഷ്യൽ സ്കിൽസോ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് പല ബിസിനസ് ഡീലുകൾ അല്ലെങ്കിൽ ബിസിനസ് പിച്ചിങ്സ് ഒന്നും പ്രോപ്പറായിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. ആക്ച്വലി മെന്റലിസം കൊണ്ട് ഇത് സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എൻ ആർട്ട് ഫോം ഇറ്റ്സ് പോസിബിൾ അല്ല. കാരണം മെന്റലിസം എന്നത് മാജിക്കിന്റെ ഒരു സഫിസ്റ്റിക്കേറ്റഡ് ഫോം മാത്രമാണ്. പക്ഷേ
ഈ മാജിക്കൽ എലമെന്റ്സ് മെന്റലിസത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അതിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സൈക്കോളജി, ബോഡി ലാംഗ്വേജ്, കോഗ്നിറ്റീവ് ബിഹേവിയർ പാറ്റേൺസ് എന്നുള്ള ഒരുപാട് സയന്റിഫിക് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ എലമെന്റ്സ് യൂസ് ചെയ്ത് നമുക്കൊരു പരിധി വരെ ഓപ്പോസിറ്റുള്ള ആളുകളുടെ ബിഹേവിയർ, നമ്മളോടുള്ള ബിഹേവിയർ കൺട്രോൾ ചെയ്യാനും അത് മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും ഓൺ എ ഗുഡ് വേ. നമുക്ക് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സീനിയറോ, അങ്ങനെ ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകും. അവരൊരിക്കലും ഫേമസ് ആയിരിക്കും ആളാവണമെന്നില്ല, പക്ഷെ നിങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരുപാട് പേരിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ ആളുകൾ ഉണ്ടായിരിക്കും. മോസ്റ്റ് പ്രോബ്ലി ഇവരെല്ലാം നിങ്ങളെക്കാളും മുതിർന്ന ആളുകളായിരിക്കും. കാരണം അവരെല്ലാം ഈ ഒരു കാര്യം നേടിയെടുത്തത് അവർ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഇത് ഒരു കൈൻഡ് ഓഫ് ഒരു 40-50 വർഷം ടൈം എടുക്കുന്ന സമയത്ത് ആ ഒരു ടൈം പീരീഡിൽ ഒരു 20-30 വർഷത്തെ സോഷ്യൽ ലൈഫ് എക്സ്പീരിയൻസിൽ എല്ലാവരും നേടിയെടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതെങ്ങനെ ഒരു ഷോർട്ട് പീരീഡിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് ഇത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. സോ വെൽക്കം ടു തിയറി, ദ കംപ്ലീറ്റ് മാസ്റ്റർ ക്ലാസ് ഓഫ് ഇൻഫ്ലുവൻസിങ് മൈൻഡ്സ്. സോ എന്തുകൊണ്ട് തിയറി? സോ ഇതിൽ പറയുന്നതെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ ഒരു 7 വർഷത്തോളം ഡെവലപ്പ് ചെയ്ത് വന്ന, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ പല പോയിന്റുകളിലായിട്ട് ഞാൻ ലൈഫിൽ അക്വയർ ചെയ്ത ഒരുപാട് സ്കില്ലുകളുണ്ട്. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നത് എൻ്റെ 3-ാമത്തെ വയസ്സിലാണ്. ഞാനിപ്പോൾ 25 വയസ്സെത്തി നിൽക്കുമ്പോൾ ഏകദേശം 22 വർഷത്തോളം എൻ്റെ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ചിലവഴിച്ചത് ഒരു പെർഫോമർ എന്ന നിലയിൽ തന്നെയാണ്. ഈവൻ ദോ ഞാൻ മറ്റു പല ഡൊമൈൻസിലേക്കും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് സ്റ്റേജിലാണ്, ആളുകളുടെ ഇടയിലാണ്. സോ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇൻറ്ററാക്ഷൻ എന്നുള്ളത് എൻ്റെ ഒരു ബേസിക് നീഡായ കാരണം തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ഇൻഹെബിറ്റ് ചെയ്തു തുടങ്ങി. കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് പറയുന്ന പോലെ നമ്മൾ ചെറുപ്പം തൊട്ട് ഈ സാധനം അക്വയർ ചെയ്ത് വരുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു എങ്ങനെയാണെന്ന് പറയുന്നത്, നമുക്കത് ടേക്ക് ഫോർവേഡ് ചെയ്യാൻ ഒരുപാട് എളുപ്പമാണ്. പക്ഷെ എല്ലാവരുടെയും അവസ്ഥ അതല്ല. പലപ്പോഴും ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു വർക്കിന് പോകുന്ന സമയത്താണ് ഒരു മെയിൻ സ്ട്രീം ഒരു പ്രസന്റേഷനിലേക്കൊക്കെ ഒരുപാട് പേര് എത്തുന്നത് ആ ഒരു സമയത്താണ്. ആ സമയത്ത് ഒരുപാട് പേര് ഈ ഒരു പ്രോപ്പർ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസോ അവരുടെ ഒരു എൻവയോൺമെന്റ് അതിന് സഹായിക്കാത്തത് കൊണ്ട് പലരും അവരുടെ എത്രത്തോളം നോളജ് അവർക്കുണ്ട്, എത്രത്തോളം ഹാർഡ് വർക്ക് അവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും പല സ്ഥലങ്ങളും അവർ ഫെയിലിയർ ആയി പോകുന്നുണ്ട്. സോ ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിയറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് ഞാൻ സ്കൂളുകളിലും കോളേജുകളിലും കോർപ്പറേറ്റുകളിലും നടത്തിയ ട്രെയിനിങ്സിൻ്റെ, അതുപോലെ തന്നെ ഞാൻ നേടിയെടുത്ത ട്രെയിനിങ്സിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിൽ, എസ്പെഷ്യലി മെന്റലിസം എന്ന ആർട്ട് ഫോമിൻ്റെ നട്ട്ഷെല്ലിൽ ബേസ് ചെയ്ത്, അതിൻ്റെ സൈക്കോളജിക്കൽ നട്ട്ഷെല്ലും ഷോമാൻഷിപ്പും ബേസ് ചെയ്ത് ചെയ്യുന്ന ഒരുപാട് കോൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ട് ഒരു 5 ലെവലോളം നീണ്ടു നിൽക്കുന്ന വളരെ പെക്യൂലർ ആൻഡ് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു കോഴ്സാണ് തിയറി എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരം സോഫ്റ്റ് സ്കിൽസ് ആയാലും ലൈഫ് കോച്ചിങ് ആയാലും പലരും നേരിടുന്ന പ്രശ്നം, ഞാനിപ്പോൾ ഈ കോളേജ് സ്കൂൾ അതെല്ലാം കഴിഞ്ഞ് തന്നെ പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പലരുടെ അടുത്തും അവർ ഇതിനു മുമ്പ് എന്നേക്കാൾ മുമ്പ് ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ അടുത്തും മറ്റും പോയ സമയത്തൊക്കെ എല്ലാവരും പറയുന്നത് കുറേ മോട്ടിവേഷൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. സത്യം പറയാം, ഈ മോട്ടിവേഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ നമ്മളെ മൈൻഡിനെ ഒരു സെറ്റിൽ ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ സഹായിക്കുമെന്നല്ലാണ്ട് ഓൺ ഫീൽഡ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഹാർഡ് വർക്കും മറ്റു കാര്യങ്ങളും ചെയ്യാറ് ഇത് വർക്കാവില്ല. മോട്ടിവേഷൻ ഓക്കെയാണ്, നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കും, നമുക്കൊരു ഐഡലിസം ഉണ്ടായിരിക്കും. സോ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് വേറൊരു കാര്യം. പക്ഷേ എന്നാൽ ഈ ട്രെയിനേഴ്സൊക്കെ വന്നിട്ട് മോട്ടിവേഷൻസ് നമുക്കിങ്ങനെ വാരിക്കോരി തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ ഈ തിയറി എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആഗ്രഹിക്കുന്നത് 100% പ്രാക്ടിക്കലും സയന്റിഫിക്കുമായിട്ടുള്ള മെത്തേഡ്സിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ഈ ഒരു കാര്യം നമ്മൾ കുറച്ച് സ്പെഷ്യലി ഡിസൈൻഡ് കൂടെയാണ് ഇൻട്രോവേർഡ് ആയിട്ടുള്ള ആളുകൾക്ക്. കാരണം മറ്റ് പല കോഴ്സുകളും അല്ലെങ്കിൽ മറ്റ് ഇതുപോലുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്കിന്ന് ലോകത്ത് അവൈലബിൾ ആണ്. Udemy, Coursera എന്നിങ്ങനെ പറയുന്ന ഏതൊരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എടുത്താലും ഇത്തരം കോഴ്സുകൾ ഒരുപാടുണ്ട്. പക്ഷേ പലയിടത്തും ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഒരു സോഷ്യലി അക്വയർഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ്. ഇൻട്രോവേർട്സിന് സ്പെഷ്യലൈസ് ചെയ്ത് അവരുടെ ഒരു ചെറിയൊരു വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിക്കകത്ത് അല്ലെങ്കിൽ വളരെ ചെറിയൊരു സർക്കിളിനകത്ത് നിന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള പല കാര്യങ്ങളും അവിടെ അവൈലബിൾ അല്ല. സോ നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പുറത്തോട്ടുള്ള ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് സോഷ്യൽ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് തിയറി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്ലാസ് ആർക്കൊക്കെയാണ് ഉപകാരം ഉണ്ടാകുന്നത്? നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ ക്യാരക്ടർ തന്നെ വളരെ വലിയൊരു മാഗ്നിറ്റ്യൂഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്കത് സഹായിക്കും. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്ര തന്നെ
സ്കില്ലുകൾ, നമ്മുടെ ഹാർഡ് വർക്കിംഗ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്താലും ഈ സ്മാർട്ട് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചില കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ. ഈവൻ കോളേജ്, നമ്മൾ വർക്ക് സ്പേസിൽ എത്തുകയാണെങ്കിലും, നമ്മൾ നമ്മുടെ ബിസിനസ് സംരംഭങ്ങളിലേക്ക് നിങ്ങൾ തിരിയുകയാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്തരം സ്കില്ല് കൊണ്ട് ഞാൻ നേടിയെടുത്ത ഒരു യൂണീക്ക് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു. സോ പക്ഷേ എൻ്റെ ക്രെഡൻഷ്യൽസും മറ്റു കാര്യങ്ങളും ജസ്റ്റ് എബവ് ആവറേജ് ആണ്, ജസ്റ്റ് എബവ് ആവറേജ്. പക്ഷെ അത് ഒന്നും കണക്കിലെടുക്കാതെ ഈ ഒരു സ്കില്ലുകൾ മാത്രം ഉപയോഗിച്ച്, ഞാനൊരു ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് ആളാണെങ്കിൽ പോലും ഈ സ്കില്ലുകൾ ഉപയോഗിച്ച് 13ഓളം ടോപ്പ് റേറ്റഡ് കമ്പനികളുടെ ഇൻ്റർവ്യൂസ് ഞാൻ ക്രാക്ക് ചെയ്തു. വിത്തൗട്ട് എനി സഫിഷ്യൻറ്റ് ടെക്നിക്കൽ നോളജ് ഇല്ലാതെ തന്നെ എൻ്റെ സോഷ്യൽ സ്കിൽസ്, എൻ്റെ പ്രസൻറ്റേഷൻ സ്കിൽസ് ഉപയോഗിച്ച് 13ഓളം ഇൻ്റർവ്യൂസ് ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ബിസിനസ് പേഴ്സൺ, ഇപ്പോൾ ഒരുപാട് പേർക്ക് നിങ്ങൾ എത്ര നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പിച്ച് ചെയ്യാൻ അറിയുന്നെങ്കിൽ, പ്രോപ്പറായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് ഒരു സെയിൽസ് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അവിടെ ഫെയിലിയർ ആവും. സോ നിങ്ങളൊരു മനുഷ്യനുമായിട്ട്, വേറൊരു വ്യക്തിയുമായിട്ട് എവിടെയൊക്കെ ഇൻട്രാക്ഷൻ വരുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങളൊരു ബെറ്റർ പേഴ്സൺ ആക്കി കാണിക്കാൻ ഈ ഒരു കോഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു കോഴ്സ് എന്തുകൊണ്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന ചില ഇൻസിഡൻസിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്നീ ടെക്നോളജികൾ വളരെയധികം ഡീപ്പായിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെയധികം കടന്നുകയറ്റം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് റീസെൻ്റ്ലി 1-2 ബിസിനസ് വെഞ്ചേഴ്സ് നടത്തുന്ന ആളുകളെ മീറ്റ് ചെയ്തിരുന്നു. സോ അവരിൽ നിന്ന് മനസ്സിലാക്കിയ കാരണം, അവർക്ക് ടെക്നിക്കൽ നോളജ് കറൻ്റ്ലി ആവശ്യമില്ല. കാരണം ടെക്നിക്കൽ നോളജിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് ടെക്നോളജിയിൽ തന്നെ വന്നു കഴിഞ്ഞു, AI മറ്റു കാര്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു. അവർക്ക് വേണ്ടത് അവരുടെ ആ ഒരു ഓഫീസ് സെറ്റപ്പിന് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സിസ്റ്റത്തിനെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ സ്കിൽസ് ആവശ്യമുള്ള ആളുകളെയാണ്. ഇത് ഒരു പ്രൊഫഷണൽ രീതിയിൽ എടുക്കുമ്പോൾ, പേഴ്സണൽ ലൈഫിൽ ഞാനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈ മെൻ്റലിസം കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്ത സമയത്ത് ഒരുപാട് പേര്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇംപ്രസ് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനതൊരു കളിയായിട്ടാണ് എടുത്തത്. റീസെൻ്റ്ലി ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. സോ അവിടെ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒരു ടോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഞാൻ കേട്ടത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ബോയ് ഫ്രണ്ട്, അങ്ങനെ നമ്മൾ ക്രഷ് റിവീലേഷൻ അങ്ങനത്തെ ഒരു പോയിന്റിന് ഒരു പെർഫോമൻസിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ക്രഷിൻ്റെ പേര് വിചാരിക്കാൻ പറഞ്ഞ സമയത്ത് ആ ഒരു വ്യക്തി വിചാരിച്ച പേര് ChatGPT എന്നായിരുന്നു. ആദ്യം എനിക്കൊരു തമാശ അല്ലെങ്കിൽ നമ്മളൊരു ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചുമ്മാ ഒരു കാര്യമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീട് സംസാരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടിൽ നിന്ന് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഒരു ഇമോഷണൽ സപ്പോർട്ടിന് ഇപ്പോൾ നമുക്കതൊരു ഒരു സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് AI പ്ലാറ്റ്ഫോംസിനാണ്. ChatGPT ആയിട്ട് ചാറ്റ് ചെയ്തോട്ടാണ് അവർ ഇമോഷണൽ സ്റ്റെബിലിറ്റി അവർ വീണ്ടെടുക്കുന്നത്. ഒരു ഇമോഷണൽ കംഫർട്ട്നെസ് അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമോഷണൽ കംഫർട്ട്നെസ് നേടിയെടുക്കാൻ യൂസ് ചെയ്യുന്നത് ChatGPT ആണെന്ന് പറഞ്ഞപ്പോഴാണ് ലിറ്ററലി നമ്മുടെ സോഷ്യൽ സ്കിൽസ്, വളരെ പേഴ്സണൽ ആവശ്യങ്ങളിൽ പോലുമുള്ള സോഷ്യൽ സ്കിൽസിൽ എവിടെയൊക്കെയോ പ്രശ്നം പറ്റിയിട്ടുണ്ട് ഇന്നത്തെ ജനറേഷനിൽ എനിക്ക് മനസ്സിലായത്. ഈ ഒരു കാര്യം ഞാൻ അധികം ഫേസ് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം വളരെ ചെറുപ്പം തൊട്ട് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഷോമാൻഷിപ്പ് എൻ്റെ ഉള്ളിൽ ഓൾറെഡി ഡെവലപ്പായി തുടങ്ങി. ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു ഓഡിയൻസിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യണം എന്നുള്ളൊരു ട്രെയിനിങ് വളരെ ചെറുപ്പം തൊട്ട് എനിക്ക് കിട്ടിയതുകൊണ്ട് ഈവൻ ഡെയിലി ലൈഫിൽ പോലും മറ്റൊരു വ്യക്തിയെ കാഷ്വലി ഇംപ്രസ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ മെൻ്റലിസ്റ്റ് ഒരു ലേബൽ ഇല്ലെങ്കിൽ പോലും എന്നോട് സംസാരിക്കുന്ന വളരെ ചുരുക്കം സമയം കൊണ്ട് ഒരുപാട് പേര് അവരുടെ ലൈഫ് ഓപ്പൺ അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഒരുപാട് സ്റ്റോറീസ് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ മീറ്റ് ചെയ്ത് മാക്സിമം 1 മണിക്കൂറിനുള്ളിലൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. എങ്ങനെ ഈ ഒരു ട്രസ്റ്റ് അവർക്ക് എൻ്റെ മേലുണ്ടാകുന്നു? കാരണം ഞാൻ അവരുടെ ഫ്രണ്ട് സർക്കിളിലോ മറ്റൊരു നെറ്റ്വർക്കിലും ഇല്ലാത്ത ഒരാളാണ്, റാൻഡം പെർഫോമർ അല്ലെങ്കിൽ വളരെ റാൻഡമായിട്ട് മീറ്റ് ചെയ്ത സ്ട്രേഞ്ചർ മാത്രമാണ്. അവിടെ ഉണ്ടാകുന്ന ഈ ഒരു വളരെ ചെറിയൊരു ടൈം ഡ്യൂറേഷനുള്ള കോൺവെർസേഷൻ കൊണ്ട് അവരുടെ ലൈഫിൽ ഈവൻ അവരുടെ പാരൻസിനോട് പോലും ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ അവരെന്നോട് ഷെയർ ചെയ്യുമ്പോൾ എവിടെയോ ഒരു ട്രസ്റ്റ് ഫാക്ടർ എൻ്റെ ബിഹേവിയറിൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൽ അവർക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ്ലി തിയറി എന്ന മാസ്റ്റർ ക്ലാസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും മറ്റുള്ളവരുടെ ഇഷ്ടം, മറ്റുള്ളവരുടെ റെസ്പെക്ട്, നിങ്ങളുടെ തന്നെ ഒരു യുണീക്ക് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇനി വേണ്ട കാര്യങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഷെയർ ചെയ്യാം. ഇതൊരു 1 ടൈം ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്.
എത്രയും പെട്ടെന്ന് താഴെ കൊടുക്കുന്ന ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്യുക.